ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ആർക്കും ഇല്ല. ഓക്കെ, എന്നാ വേഗം ഈ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തേ. ഓക്കെ മിസ്. ടീച്ചറെ, ഒരു നോട്ടീസ് ഉണ്ട്. പിള്ളേരെ, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഓഗസ്റ്റ് 20 നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാവരും 200 രൂപ വീതം ഓണസദ്യക്കായി അതാത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നാളെ വരുമ്പോ 200 രൂപ വീട്ടിൽ പറഞ്ഞു കൊണ്ടുവരണം കേട്ടോ. ഓക്കെ ശ്രീ, നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിക്കണേ. ഞാൻ വരുന്നില്ലടി. വരില്ലേ? അതെന്താ? എന്റെ അമ്മയുടെ കയ്യിൽ 200 രൂപയൊന്നും തരാനുണ്ടാവില്ല. അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യടി. ആണോ? അതെന്താ ശ്രീ, ഈ പ്രാവശ്യം നിന്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഒന്നുമില്ലേ? നീയൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഉണ്ടമ്മേ, പക്ഷെ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലേ? അതെന്തു പറ്റി? ഓണസദ്യക്ക് എല്ലാ കുട്ടികളും 200 രൂപ വെച്ച് കൊണ്ടുവരണമെന്നാ പറഞ്ഞേ. അമ്മയുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെന്നൊക്കെ എനിക്ക് അറിയാം. അയ്യോ മോളെ, മോക്കൊരാവശ്യം വന്നാ അമ്മ എവിടുന്നായാലും പൈസ ഒപ്പിച്ചു തരുന്നു മോക്കറിയില്ലേ? പൈസ ഇല്ലാത്തോണ്ട് എന്റെ മോള് പോവാതിരിക്കണ്ട. അമ്മ എവിടുന്നെങ്കിലും നാളെ പൈസ ഒപ്പിച്ചു തരാം. മക്കളെ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഓണം സെലിബ്രേഷന്റെ സദ്യക്ക് പൈസ എന്നവരുടെ പേരൊന്ന് മിസ് വിളിക്കട്ടെ. ഇനി ആരെങ്കിലും പേര് മിസ് വിട്ടുപോവാണെങ്കിൽ അവർ മിസ്സിനോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അരുണിമ, ഫാത്തിമ, ശ്രീലക്ഷ്മി, കാർത്തിക, സോന. മിസ്സേ, ഞാൻ പൈസ തന്നിട്ടില്ല. മിസ്സിന് പേര് മാറിപ്പോയതാന്നാ തോന്നുന്നേ. എടോ ശ്രീലക്ഷ്മി, താനും ഫാത്തിമയും കൂടെ അല്ലേ കഴിഞ്ഞ ദിവസം സ്റ്റാഫ് റൂമിൽ വന്ന് എനിക്ക് പൈസ തന്നത്? താൻ എന്താടോ മറന്നുപോയോ? ആ മിസ്സേ, അവള് മറന്നുപോയതാ. ഇതെന്തൊരു മറവിയാ ശ്രീലക്ഷ്മി. ശരി ശരി, ഇരിക്ക്. ശ്രീ, നീ എന്റെ കൂടെ ഒന്ന് സ്റ്റാഫ് റൂം വരെ വരാവോ? ഈ ബുക്ക് വെക്കാനാ. മിസ്സേ, ഇതെന്റെ ശ്രീലക്ഷ്മിയുടെ പൈസയാ. എന്നിട്ട് ശ്രീലക്ഷ്മി എവിടെ? അവള് പുറത്തുണ്ട് മിസ്സേ. അതൊന്നും വേണ്ടായിരുന്നടി. നീ ഇല്ലെങ്കി എനിക്ക് ഓണം സെലിബ്രേഷൻ ഒരു രസം ഉണ്ടാവില്ലടി. അതാ